ഗോവിന്ദ ഗോവിന്ദ. ഭരതയോഗീശ്വരൻ്റെ വംശപരമ്പരയുടെ കഥ പിന്നെ ശ്രീശുകൻ വർണ്ണിച്ചു. ആ പരമ്പരയിൽ സുമതി എന്ന ഒരാൾ, അദ്ദേഹവും പരമജ്ഞാനിയായിട്ട് മാറി, ക്രമേണ അവധൂതനുമായി. ആ പരമ്പരയിൽ മറ്റൊരാൾ പ്രതീഹൻ, അദ്ദേഹവും നല്ല ജ്ഞാനിയായി തീർന്നു. ഇനി വേറൊരാൾ ഗയൻ, അദ്ദേഹം പരമയോഗ്യനായ ഒരാളായിരുന്നു. അദ്ദേഹം അനേകം യജ്ഞങ്ങൾ ചെയ്തു. ഈ യജ്ഞ സമയത്ത് ദേവന്മാരെ വിളിച്ച് ഓരോ ഹവിർഭാഗങ്ങൾ അങ്ങനെ സമർപ്പിക്കുക, അങ്ങനെ പതിവുണ്ടല്ലോ. ദേവേന്ദ്രനെ ആഹ്വാനം ചെയ്ത് എത്രയാണ് അദ്ദേഹം സോമരസം സമർപ്പിച്ചതെന്നുള്ളതിന് കണക്കില്ല. അദ്ദേഹത്തിൻ്റെ യജ്ഞശാലയിൽ വന്ന് സോമരസം പാനം ചെയ്ത് ദേവേന്ദ്രന് നല്ലോണം തലയ്ക്ക് ലഹരി പിടിച്ചു. മഖോനിമാദ്യത്യുരു സോമപീഠയെ, ഇത്രയും യജ്ഞം ചെയ്തു. പക്ഷെ അതോടൊപ്പം അദ്ദേഹം പരമജ്ഞാനിയും ആയിരുന്നു. ദക്ഷകന്യകമാർ അദ്ദേഹത്തിനെ തണ്ണീർക്കുടം കൊണ്ട് ഭംഗിയായിട്ട് അഭിഷേകം ചെയ്തു എന്നൊക്കെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അദ്ദേഹത്തിനെ ഭഗവാന്റെ ഒരു അവതാരം എന്ന് വരെ ആളുകൾ പറയാറുണ്ട്. അത്ര മഹാത്മാവായിരുന്നു എന്ന് ചുരുക്കം. ആ പരമ്പരയിൽ വിരജൻ എന്ന ഒരാളുണ്ടായി. അദ്ദേഹത്തോടുകൂടി വംശം തന്നെ അവസാനിക്കുകയും ചെയ്തു. ഈ കഥകളെല്ലാം കേട്ടുകൊണ്ടിരുന്ന പരീക്ഷിത്തിന് വലിയൊരാഗ്രഹം, ഭരതനെപ്പോലുള്ളവർ ഭരിച്ചതല്ലേ ഈ ഭൂമി, ഈ ഭൂമിയുടെ സ്ഥിതിഗതികളൊക്കെ എന്താണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. പിന്നെ ഭൂഗോള വിവരണം ആണ് ആരംഭിച്ചത്. ഭൂമി എന്ന് പറഞ്ഞാൽ പരന്നതാണ് എന്ന ധാരണ പഴയ ഭാരതീയർക്കുണ്ടായിരുന്നില്ല. ഭൂമി ഗോളമാണ് എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരുന്നത്. ഭൂഗോളം എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. അപ്പോൾ ഗോളത്തിൻ്റെ ആകൃതി എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അതിപ്പോൾ ഇപ്പോഴും ശരിക്ക് തീർച്ചപ്പെട്ടു എന്ന സംശയമാണ്. ഇതേവരെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരുന്നു കോഴിമുട്ടയുടെ ആകൃതിയാണ് എന്ന്. ഇപ്പം പറയുന്നുണ്ട് പേരക്കയുടെ ആകൃതിയാണ് എന്ന്. ഇനി നാളെ വേറൊന്ന് പറയുമോ, അത് നല്ല നിശ്ചയമില്ല. അതിൽ ഭാഗവതത്തിൽ പറയണത് പകുതി വിടർന്നിരിക്കുന്ന താമരപ്പൂ പോലെയാണ് ഈ ഭൂമി എന്നാണ്. ആകാശത്തിൽ നിന്ന് നേരെ താഴോട്ട് നോക്കുമ്പോഴത്തെ കഥയാണ് ഈ പറഞ്ഞത്. അങ്ങനെ പറയാൻ കാരണമുണ്ട്. താമരപ്പൂവിൻ്റെ ആകൃതി എങ്ങനെയാണ്? നടുവിൽ കർണിക, അതിൻ്റെ 4 പുറവും കേസരങ്ങൾ, അതിന് 4 പുറവും ചെറിയ ഇതള്, അതിന് 4 പുറവും വലിയ ഇതള്. അങ്ങനെയാണല്ലോ. ഈ ഭൂമിയുടെ ഒത്ത നടുവിൽ കർണികയുടെ സ്ഥാനത്ത് മഹാമേരു പർവ്വതം നിൽക്കുന്നു. ഈ മഹാമേരു പർവ്വതത്തിൻ്റെ 4 ഭാഗവും ഭൂവിഭാഗം ആണ്. അതിന് 4 പുറവും സമുദ്രം, അതിന് 4 പുറവും ദ്വീപ്, അതിന് 4 പുറവും സമുദ്രം. ഇങ്ങനെ 7 ദ്വീപുകളും 7 സമുദ്രങ്ങളുമായിട്ട് അങ്ങനെ വർത്തിക്കുന്നു. അതുകൊണ്ടാണ് മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ വിടർന്നിരിക്കുന്ന താമരപ്പൂ പോലെ എന്ന് തോന്നും എന്ന് പറഞ്ഞത്. ഈ മഹാമേരു പർവ്വതത്തിന് പല വിശേഷങ്ങളുമുണ്ട്. ഭഗവാന്റെ വാമനാവതാര ഘട്ടത്തിൽ കാലിങ്ങനെ ഉയർന്ന് അണ്ഡകടാഹം വരെ എത്തി. അവിടെയും നിന്നില്ല, പിന്നെ അവിടുന്ന് അങ്ങോട്ടും ഉയർന്നു. അണ്ഡകടാഹത്തിൻ്റെ അറ്റം അങ്ങോട്ട് പിളർന്നു. മുകളിലുണ്ടായിരുന്ന കാരണജലം ഭഗവാന്റെ പാദത്തിലൂടെ ഒഴുകി വീണു. ആദ്യം വീണത് ഈ മഹാമേരുവിൻ്റെ ശിഖരത്തിലായിരുന്നു. അത് സീത, ചക്ഷുസ്, ഭദ്ര ഇങ്ങനെയുള്ള ശാഖകളായിട്ട് അങ്ങോട്ട് ഒഴുകി. അത് പിന്നെ കൂടിച്ചേർന്നു, പിന്നെ അത് പൊട്ടിപ്പടർന്നു. ഇങ്ങനെ കൂടിച്ചേർന്നും പൊട്ടിപ്പടർന്നും വലിയ നദിയായിട്ട് ഒഴുകി. അതാണ് ഇന്ന് ഭാരതഭൂമിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഗംഗാനദി. വിഷ്ണുപതി എന്നാണ് അതിൻ്റെ പേര്. വിഷ്ണുവിൻ്റെ പാദത്തിലൂടെ ഒഴുകി വന്നത് എന്നർത്ഥം. അങ്ങനെ ഒരു വിശേഷം പോരാ. അഷ്ടലോകപാലന്മാരുടെയൊക്കെ ആസ്ഥാനം ഈ മഹാമേരുവിൻ്റെ മുകൾ ഭാഗത്താണ്. ബ്രഹ്മാവിൻ്റെ ആസ്ഥാനവും ഈ മഹാമേരുവിൻ്റെ മുകൾ ഭാഗത്താണ്. ഇത് കനകമയമായ ഒരു പർവ്വതമാണ്. ഏതുകൊണ്ട് നോക്കിയാലും മഹാമേരു വളരെ വിശേഷം എന്ന് വേണം പറയാൻ. ഈ മഹാമേരുവാകുന്ന കർണിക ഇനി 4 ഭാഗവും. മുമ്പ് പറഞ്ഞല്ലോ, പ്രിയവ്രതൻ കുറച്ചു കാലം രാജ്യം ഭരിച്ചു എന്നും അദ്ദേഹത്തിൻ്റെ രാജ്യഭാരം കഴിഞ്ഞപ്പോഴേക്കും ഭൂമി 7 സമുദ്രങ്ങളും 7 ദ്വീപുകളും ആയിട്ട് വിഭജിക്കപ്പെട്ടു എന്നൊക്കെ. അതിൽ ജംബു എന്നു പേരുള്ള ദ്വീപ് അദ്ദേഹത്തിൻ്റെ ആദ്യപുത്രനായ അഗ്നിധരനാണ് കിട്ടിയത്. അദ്ദേഹത്തിന് 9 പുത്രന്മാരുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ ലോകം വിട്ടു പോവാറായപ്പോൾ തനിക്ക് കിട്ടിയ ദ്വീപ് 9ആയിട്ട് വിഭജിച്ചു. 9 പുത്രന്മാർക്കും ആണ് കൊടുത്തു. അങ്ങനെയാണ് അദ്ദേഹം പോയത്. ഇന്നത്തെ മനുഷ്യർക്ക് ഈ ജംബുദ്വീപിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ജംബുദ്വീപിൻ്റെ 4 ഭാഗവും ഉപ്പ് സമുദ്രം ആണത്രേ. നമ്മളിപ്പോൾ 4 ഭാഗത്തേക്ക് ചെന്നാലും ഉപ്പ് സമുദ്രത്തിലാണ് ചെന്നെത്തുക. അതിനപ്പുറം പ്ലക്ഷം, ശാൽമലി തുടങ്ങിയിട്ടുള്ള ദ്വീപുകളിലേക്കൊന്നും ഇന്നത്തെ മനുഷ്യർക്ക് പ്രവേശനമില്ല. ഈ ജംബുദ്വീപിൽ ഒന്ന് പര്യടനം നടത്തിയാൽ അവിടെ ധാരാളം ഭക്തന്മാരെ കാണാം, നല്ല നല്ല സ്ഥലങ്ങൾ ധാരാളം കാണാം. ശ്രീശുകൻ ഇപ്പോൾ പരീക്ഷത്തിനെയും കൊണ്ട് ഒരു പര്യടനം നടത്തി എന്നങ്ങോട്ട് വിചാരിക്കുക നമുക്ക്.
എന്നുവെച്ചാൽ മനസ്സുണ്ടാവുണ്ടോ ഈ പര്യടനം. അങ്ങനെ മഹാമേരു പർവ്വതത്തിൻ്റെ 4 ഭാഗവും അങ്ങനെ വട്ടത്തിൽ കിടക്കുന്ന പ്രദേശം ഇളാവൃതം എന്ന് അതിന് പേര്. ഈ പ്രദേശത്തിനൊരു വിശേഷമുണ്ട്. പുരുഷവർഗത്തിന് അവിടെ പ്രവേശനമില്ല. സംഗതിവശാൽ ഏതെങ്കിലും ഒരു പുരുഷൻ അങ്ങോട്ട് കയറി ചെന്നു നോക്കിയാൽ അപ്പോൾ ആ ആള് സ്ത്രീയായിട്ട് മാറും. ഭാഗവതത്തിൽ തന്നെ ഒരു കഥയുണ്ട്. ഒരു രാജകുമാരൻ ആൺകുതിരയുടെ പുറത്ത് കയറി ആ പ്രദേശത്ത് ചെന്നു എന്ന്. അതോടുകൂടി രാജകുമാരൻ രാജകുമാരിയായി, ആൺകുതിര പെൺകുതിരയുമായി. അങ്ങനെയാണ് കഥ. ആ പ്രദേശത്ത് പുരുഷനായിട്ടാകെ ഒരാൾ മാത്രം, സാക്ഷാൽ പരമശിവൻ. അദ്ദേഹം ശ്രീപാർവതിയോട് കൂടിയിട്ട് അവിടെ വർദ്ധിക്കുന്നുണ്ട്. സംഘർഷണമൂർത്തിയായ ഭഗവാനെ അദ്ദേഹം സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് മഹാദേവനെയും ഭഗവാനെയും ഒന്ന് നമസ്കരിച്ച് മറ്റൊരു രംഗത്തിലേക്ക് ചെല്ലാം. ഇളാവൃതത്തിൻ്റെ കിഴക്ക് വശം, അവിടെ ഭദ്രാശ്വം എന്ന പേര് ആ സ്ഥലത്തിന്. ഭദ്രശ്രവസ്സുകൾ എന്ന പേരുള്ള മഹർഷിമാർ ഹയഗ്രീവമൂർത്തിയായ ഭഗവാനെയാണ് സ്തുതിക്കുന്നത്. ഹയഗ്രീവൻ എന്ന് പറഞ്ഞാൽ, ഗ്രീവ എന്ന് പറഞ്ഞാൽ കഴുത്ത്, ഹയം എന്ന് പറഞ്ഞാൽ കുതിര. അപ്പോൾ കുതിരയുടെ തല വെച്ചിട്ടുള്ള ഭഗവാനെ എന്നർത്ഥം. ഭഗവാന്റെ ഈ ഹയഗ്രീവാവതാരം ഈ ഭാഗവതത്തിൽ വിസ്തരിക്കുന്നില്ല. അത് ദേവീ ഭാഗവതത്തിലും മറ്റ് ചില പുരാണങ്ങളിലുമൊക്കെ വിസ്തരിച്ചിട്ടുണ്ട്. ഹയഗ്രീവമൂർത്തിയെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഭദ്രശ്രവസ്സുകൾ എന്നു പേരുള്ള മഹർഷിമാർ. അവർ സ്തുതിച്ചുകൊണ്ട് പറയണത് എന്താണെന്നോ, അഹോ വിചിത്രം ഭഗവത് വിജേഷ്ഠിതം ഗ്രന്ഥം ജനോയം ഹി മിഷൻ എന്ന പശ്യരി. അവിടുത്തെ ലീല അത്യത്ഭുതം എന്ന് വേണം പറയാൻ. ഇക്കണ്ട ആളുകളെല്ലാം കണ്ണു തുറന്നിരിക്കുന്നുണ്ട്, എന്നിട്ടോ ഒരാളെങ്കിലും ഒന്നും കാണണില്ല. കാണേണ്ടത് കാണണില്ല എന്നർത്ഥം. എന്താ കാണാത്തതെന്നല്ലേ? എല്ലാവർക്കും മരണമുണ്ട്. ആലോചിച്ച് നോക്കൂ. പ്രായം കൂടിയ ആളുകളൊക്കെ മരിച്ചു, പ്രായം കുറഞ്ഞ ആളുകൾ മരിക്കാറുണ്ട്, അയൽവക്കത്തുള്ളവർ മരിക്കാറുണ്ട്, ദൂരെയുള്ളവർ മരിക്കാറുണ്ട്, യോഗ്യന്മാർ മരിക്കാറുണ്ട്, മൂഢന്മാർ മരിക്കാറുണ്ട്. ഇത്രയും ആളുകളൊക്കെ മരിക്കുന്നത് തീർച്ചയല്ലേ, ഞാനും മരിക്കും എന്ന്. പക്ഷേ ഒരാൾക്കും ഈ ബോധം ഇല്ല. നമ്മളൊക്കെ എത്ര കരുതലുള്ളവരാന്നോ. കടയിൽ പോയിട്ട് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയാൽ വില കുറഞ്ഞ സാധനമാണെങ്കിൽ പോലും ചോദിക്കും, ഇതിന് എത്ര ഗ്യാരണ്ടി ഉണ്ടെന്ന് ചോദിക്കും. 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലം എന്തെങ്കിലും പറയും. ഇത്രയേ ഉള്ളൂ എന്നാണ് പിന്നെ ചോദിക്കുക. ഏത് വസ്തുവിനാ ഗ്യാരണ്ടി? ഈ സാധനത്തിനാണ് ഗ്യാരണ്ടി. ഇത് ഉപയോഗിക്കാൻ പോണ എനിക്ക് യാതൊരു ഗ്യാരണ്ടി ഇല്ല. ടി വി മേടിച്ചു, ഒക്കെ ഫിറ്റ് ചെയ്തു, കാണാനിരുന്നു, ഞാൻ മറിഞ്ഞു വീണു, ആരോട് പറയാനാ? ഒരു മനുഷ്യനെങ്കിലും ഇത് ആലോചിക്കാറുണ്ടോ? എന്നാ പറഞ്ഞു തരാൻ ആളില്ല. അങ്ങനെ പറയാമോ? ഈ ഭാരതഭൂമിയിൽ എത്ര ആചാര്യന്മാർ, എത്ര ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെന്നോ? വദന്തി വിശ്വം കവയസ്മ നശ്വരം പശ്യന്തി ച അധ്യാത്മവിദോ വിപശ്ചിത. അറിവുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ കാണുന്നതൊന്നും ശാശ്വതമല്ല എന്ന്. ഇത് എത്ര മനസ്സിലാക്കിയാലും ഉള്ളിലങ്ങോട്ട് കയറില്ല. എന്തുകൊണ്ട്? ഇതാണ് ഭഗവാന്റെ മായ. അതുകൊണ്ട് എല്ലാവരെയും മായയിൽ നിന്ന് രക്ഷിക്കണേ എന്നാണ് ഭദ്രശ്രവസ്സുകളുടെ പ്രാർത്ഥന. ഇനി വേറൊരു ദിക്കിലേക്ക് ചെല്ലാം. ഇളാവൃതത്തിൻ്റെ തെക്കുവശത്ത് ഹരിവർഷം, അവിടെ ഭക്തോത്തമനായ പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സ്വസ്ത്യസ്തു വിശ്വസ്യ, ലോകത്തിലെല്ലാവർക്കും നന്മ വരുത്തണേ. ഇതാണ് പ്രാർത്ഥന. സമസ്ത ജീവരാശികൾക്കും നന്മ വരണം, അത് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. കല പ്രസീദതാം. ഇനി മുതൽക്കേ കൊള്ളക്കാരില്ല, ഭീകരന്മാരില്ല, തട്ടിപ്പറിക്കാരില്ല, എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നവരെ, പരസ്പരം സഹകരിക്കുന്ന ആളുകൾ. അങ്ങനെ ആയാൽ എല്ലാവർക്കും സന്തോഷമാവില്ലേ? അങ്ങനെ ആവും. അങ്ങനെ ആവണേ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. ഇളാവൃതത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് കേതുമാലം, അവിടെ ലക്ഷ്മീദേവി കാമദേവസ്വരൂപത്തിലിരിക്കുന്ന ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഇളാവൃതത്തിൻ്റെ വടക്ക് വശത്ത് രമ്യകം, ഹിരൺമയം, കുരു, ഈ 3 പ്രദേശത്ത് ഒരിടത്ത് കമഠം ആമയുടെ രൂപത്തിലുള്ള ഭഗവാനെ, മറ്റൊരു ദിക്കിൽ മത്സ്യമൂർത്തിയായ ഭഗവാനെ, ഇനിയൊരു ദിക്കിൽ വരാഹമൂർത്തിയായ ഭഗവാനെ ഭക്തന്മാർ സേവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഹരിവർഷത്തിൻ്റെയും തെക്ക് വശത്ത് കിംപുരുഷം, ഭാരതം, അങ്ങനെ 2 പ്രദേശങ്ങളുണ്ട്. ഇനി അവിടേക്ക് ചെല്ലാം. ഹരിവർഷത്തിൻ്റെയും തെക്ക് വശത്ത് കിംപുരുഷം എന്ന സ്ഥലം, അവിടെ ശ്രീ ഹനുമാൻ ശ്രീരാമനെ തന്നെ ഭജിച്ചുകൊണ്ട് വർത്തിക്കുന്നു. അവിടുത്തെ ഈ മനുഷ്യനായിട്ടുള്ള അവതാരം വളരെ നന്നായി എന്നാണ് ഹനുമാൻ പറയണത് ശ്രീരാമനോട്. മർത്യാവതാരസ്തുഹ മർത്യശിക്ഷണം, മനുഷ്യർക്ക് നല്ല പാഠം ഈ അവതാരം കൊണ്ട് അവിടുന്ന് കൊടുക്കേണ്ടായി. എന്താണ് ശ്രീരാമാവതാരത്തിൻ്റെ പാഠം മനുഷ്യർക്ക്?
ശ്രീരാമൻ്റെ ജീവിതത്തിൽ എന്നാണ് സുഖവും സന്തോഷവും അനുഭവപ്പെട്ടതെന്ന് ആലോചിച്ച് നോക്കൂ. സീതാസ്വയംവരം വരെ വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് അങ്ങോട്ട് രാജ്യം നഷ്ടപ്പെട്ടു പോവുക, കാട്ടിൽ അലഞ്ഞു തിരിയുക, അച്ഛൻ മരിക്കുക, സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോവുക, ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതൊക്കെ കഴിഞ്ഞ് രാവണവധമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒടുക്കം സീതയെ ഉപേക്ഷിക്കേണ്ടതായിട്ടും വന്നു. ദുഃഖവും ദുഃഖത്തിൻ്റെ പിന്നാലെ ദുഃഖവും, ഇതാണ് രാമായണത്തിൻ്റെ കഥ. ഈ വാൽമീകി മഹർഷിയുടെ ഉള്ളിൽ നിന്ന് രാമായണം ഒഴുകിയത് തന്നെ എങ്ങനെയാ? ക്രൗഞ്ചദ്വന്ദ്വ വിയോഗോത്ഥ ശോകശ്ലോകത്വമാഗത എന്നാണ് സംസ്കൃതത്തിൽ പ്രസിദ്ധമായ ചൊല്ല്. വാൽമീകി മഹർഷിയുടെ ശോകമാണ് ശ്ലോകമായി തീർന്നത്. അതാണ് രാമായണം എന്നർത്ഥം. കാര്യം ഇങ്ങനെയൊക്കെയാണ് എന്ന് വെച്ചാലും രാമൻ വിഷം കുടിച്ച് മരിക്കാനോ കെട്ടിത്തൂങ്ങി മരിക്കാനോ ഒരുങ്ങിയോ? ഇല്ല. രാവണൻ സീതയെ കൊണ്ടുപോയി എന്നറിഞ്ഞപ്പോൾ എന്നാൽ എവിടെയാണ് രാവണൻ താമസിക്കേണ്ടതെന്ന് അന്വേഷിക്കണം, രാവണനെ വധിക്കണം, സീതയെ തിരിച്ചെടുക്കണം. പൗരുഷം ഒട്ടും പ്രയോഗിക്കാതെ കണ്ടിരുന്നില്ല എന്നർത്ഥം. ഏത് മനുഷ്യനും ഇത് ആവശ്യമാണ്. എന്നും പ്രിയം മാത്രമേ വരുള്ളൂ എന്ന് വിചാരിക്കരുത്. പലപ്പോഴും അപ്രിയം വരും. എന്നും സൗഭാഗ്യം മാത്രം അങ്ങനെ വരുമോ? ഇല്ല. പലപ്പോഴും ദൗർഭാഗ്യം വരും. ഏത് ദൗർഭാഗ്യത്തിനെയും ഏത് അപ്രിയത്തിനെയും ഏത് അനിഷ്ടത്തിനെയും ഏത് ആപത്തിനെയും ധൈര്യപൂർവ്വം നേരിടാൻ സാധിക്കണം. ഈ ധീരതയാണ് ശ്രീരാമാവതാരം കൊണ്ട് മനുഷ്യർക്ക് നൽകിയ പാഠം. അത് വളരെ കേമായി എന്നാണ് ഹനുമാൻ പറയണത്. ഇനി മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ല. ഭാരതഭൂമി ഈ കിംപുരുഷത്തിൻ്റെയും തെക്കുവശത്താണ്. ഭാരതഭൂമിയുടെ അധിഷ്ഠാന ദേവൻ നരനാരായണന്മാരാണ്. നരൻ നാരായണൻ രണ്ടുപേരുണ്ട്. നരൻ പുരുഷപ്രയത്നത്തിൻ്റെ പ്രതീകം, നാരായണനോ പുരുഷപ്രയത്നം വേണമെന്ന് വെച്ചാൽ അതിന് ഒരു പ്രചോദനം വേണ്ടേ? വേണം. ആ പ്രചോദകനാണ് നാരായണൻ. അപ്പോൾ കൃഷ്ണനും അർജുനനും നമ്മൾ വിചാരിച്ചാൽ മതി. കൃഷ്ണൻ പാർത്ഥസാരഥി പ്രേരകനായിട്ടിരിക്കുന്നു, പ്രയത്നിക്കുന്നത് നരനും. എന്നിട്ട് നാരദ മഹർഷിയാണ് ഈ നരനാരായണന്മാരെ സേവിച്ചുകൊണ്ട് അങ്ങ് ബദര്യാശ്രമത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നത്. ഭാരതീയരെ മുഴുവനും മായയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നാണ് നാരദ മഹർഷിയുടെ പ്രാർത്ഥന. ഈ ഭാരതഭൂമി എന്ന് വെച്ചാൽ മറ്റ് ഭൂപ്രദേശം പോലെയാണ് എന്ന് വിചാരിക്കരുത്. കാരണം ഇവിടെ എത്ര പുണ്യനദികളാണെന്നോ, ഗംഗ യമുന എന്ന് തുടങ്ങിയിട്ട്, അതുപോലെ പുണ്യക്ഷേത്രങ്ങൾ കാശി രാമേശ്വരം എന്ന് തുടങ്ങി, പുണ്യ ആശ്രമങ്ങൾ നൈമിഷാരണ്യം ശതയൂപാശ്രമം എന്ന് തുടങ്ങിയിട്ട്, ഈ ആശ്രമങ്ങളിൽ ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം എന്ന് വിചാരിച്ച് പുറപ്പെട്ടാൽ, ഈ നദികളിൽ സ്നാനം ചെയ്യണം എന്നാഗ്രഹിച്ചാൽ അതൊക്കെ ചെയ്തതിൻ്റെ ഫലം തന്നെത്താൻ ഇങ്ങോട്ട് വരും. അത്രയ്ക്കുണ്ട് അതിൻ്റെയൊക്കെ ആ പാവനത്വം. ഇങ്ങനെ ഒന്നും രണ്ടുമല്ല, അനേകം. അതുകൊണ്ട് സ്വർലോകവാസികളായ ദേവന്മാർ പോലും ആഗ്രഹിക്കുന്നു ഭാരതഭൂമിയിൽ ജന്മം കിട്ടാൻ വേണ്ടിയിട്ട്. അവർ എന്നും ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾക്ക് അല്പം പുണ്യം ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങളെ ഭാരതഭൂമിയിൽ ജനിപ്പിക്കണേ എന്ന്. സ്വർഗലോകത്തിൽ ഇപ്പോൾ എന്താ ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ, അവിടെ തിന്നാനും കുടിക്കാനും വേണ്ടതൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഭക്തന്മാരാരുമില്ല. അതുകൊണ്ട് ഭഗവാന്റെ കഥ പറയുന്ന ഏർപ്പാട് അവിടെ ഇല്ല. ഭാഗവത സപ്താഹം, നാമജപം, നാരായണീയ പാരായണം, ഈ മാതിരിയുള്ളതൊന്നും അവിടെ ഇല്ല എന്നർത്ഥം. ഉറങ്ങുക, ഉറക്കം കഴിഞ്ഞാൽ തിന്നു കഴിഞ്ഞാൽ ഉറങ്ങുക. ഇങ്ങനെയാണ് സ്വർഗലോകത്തിലെ ജീവിതം. ഞങ്ങൾക്ക് ഇത് മടുത്തു. ദേവന്മാർ പറയാണ്, ഭാരതഭൂമിയിൽ ചെന്നാൽ എത്ര ഭക്തന്മാരുണ്ട്. അവരെ നാമസങ്കീർത്തനാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേൾക്കാം, അവർ ഈശ്വരകഥകൾ പറയണത് ഇങ്ങനെ കേൾക്കാം. അതുകൊണ്ട് ഞങ്ങളെ ഭാരതഭൂമിയിൽ ജനിപ്പിക്കണേ എന്ന് ദേവന്മാർ പ്രാർത്ഥിക്കണു. നമ്മളെ നോക്കിയിട്ട് ദേവന്മാരെ അസൂയപ്പെടുന്നു എന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. നമ്മളൊക്കെ ഇപ്പം എന്താ ചെയ്യണേ? പക്ഷേ ഈ ഭാരതഭൂമി എന്ന് പറഞ്ഞാൽ ദരിദ്ര രാജ്യം. സമ്പന്ന രാജ്യത്തിൽ ചെന്നാൽ സുഖ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് സമ്പന്ന രാജ്യങ്ങളിലേക്ക് അങ്ങോട്ട് ചെല്ലണു. അവിടെയുള്ള ആളുകൾക്ക് സമ്പത്ത് ധാരാളമുണ്ട്, പക്ഷേ മനഃശാന്തി മാത്രമില്ല. എന്നിട്ട് അവരൊക്കെ മനഃശാന്തി കൊതിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ അവരെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഹരേ രാമെന്നും ഹരേ കൃഷ്ണ എന്നൊക്കെ ജപിച്ചാൽ മനഃശാന്തി ഉണ്ടാവും എന്ന്. ഇപ്പോൾ ഭാരതത്തിലുള്ള ആളുകളും ഹരേ കൃഷ്ണ എന്നും ഹരേ രാമെന്നൊക്കെ ജപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സായിപ്പ് പറഞ്ഞു, ഹരേ രാമെന്നും ഹരേ കൃഷ്ണ എന്നും ജപിച്ചാൽ മനഃശാന്തി ഉണ്ടാവും എന്ന്. സായിപ്പ് പറഞ്ഞാൽ പിന്നെ അത് ഒരു ചോദ്യം ചെയ്യാതെ കണ്ട് അംഗീകരിക്കാം. അത്രയ്ക്ക് അടിമത്ത മനോഭാവവും കൂടിയായി. പണ്ട് ബ്രഹ്മാവ് നാരദിന് പറഞ്ഞു കൊടുത്തതാണ്, ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് ഷോഡശനാമം ജപിച്ചാൽ കലി തീരും എന്ന്. നിർധൂത കലിർഭവതി എന്നാണ് ബ്രഹ്മാവ് നാരദിന് പറഞ്ഞു കൊടുത്തത്. അത് ഈ സംസ്കൃതത്തിൽ പറഞ്ഞപ്പോൾ ആർക്കും മനസ്സിലായില്ല, ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് മാത്രം. രണ്ട് വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ ഈ ജംബൂദ്വീപിൻ്റെ വർണ്ണന അവസാനിപ്പിച്ചു.
ജംബുദ്വീപിൻ്റെ 4 ഭാഗവും ഉപ്പ് സമുദ്രമാണ് എന്ന് പറഞ്ഞല്ലോ. ഇതിനപ്പുറത്ത് പ്ലക്ഷം, ശാൽമലി, കുശം, ക്രൗഞ്ചം, ശാകം, പുഷ്കരം 6 ദ്വീപുകളുണ്ട്. ഈ 6 ദ്വീപുകളിലും പ്രിയവ്രതൻ്റെ 6 പുത്രന്മാരാണ് രാജ്യകാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും അവനവന് കിട്ടിയ ദ്വീപ് അവനവൻ്റെ മക്കൾക്ക് വീതിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെ ഈശ്വരഭജനം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഒരു ദിക്കിൽ സൂര്യനെയാണ് ഈശ്വരനായി കാണുന്നത്, മറ്റൊരു ദിക്കിൽ വായുവിനെയാണ്, വേറൊരു ദിക്കിന് വെള്ളത്തിനെയാണ്, ഇനിയൊരു ദിക്കിൽ അഗ്നിയെയാണ്. എല്ലായിടത്തും ഈശ്വരഭജനമുണ്ട്. ഏത് രൂപത്തിൽ ഈശ്വരനെ കണ്ടാലും ദോഷമൊന്നുമില്ല കേട്ടോ. സർവദേവ നമസ്കാര കേശവം പ്രതി ഗച്ഛതി. ഏത് ദേവനെ നമസ്കരിച്ചാലും സാക്ഷാൽ ഭഗവാനിലാണ് ആ നമസ്കാരം എത്തിച്ചേരുക. ഏത് നദിയിൽ കൂടി പോയാലും അവസാനം കായലിലെത്തും, പിന്നൊടുക്കം സമുദ്രത്തിലും എത്തിച്ചേരും. ഈ രഹസ്യം ഭാരതത്തിലുള്ള ആളുകൾക്കൊക്കെ പണ്ടേ തന്നെ അറിയാമായിരുന്നു. പിന്നെ ലോകാലോക പർവ്വതത്തിനെ കുറിച്ചും പറഞ്ഞു. പിന്നെ ഇനി ആകാശത്തിലേക്ക് ചെന്നാൽ അവിടെ അനേകം ഗ്രഹോപഗ്രഹങ്ങളുണ്ട്. ഇനി ആ ചിത്രം